ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഖ്യപ്രതിയായ മുഹമ്മദ് ഷുഹൈബിനെയും നാലാം പ്രതി അബ്ദുൽ നാസറിനെയും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ലഭിച്ചത്. മുഹമ്മദ് ഷുഹൈബുമായി കൊടുവള്ളിയിലെ MS സൊല്യൂഷനിലെത്തി തെളിവെടുപ്പ് നടത്തി. ചോദ്യപേപ്പർ വാട്സാപ്പ് വഴി ചോർത്തി നൽകിയ അബ്ദുൽ നാസറിനെ നാളെ മഅദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 3 ദിവസത്തേക്കാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഷുഹൈബുമായുള്ള തെളിവെടുപ്പ് നടക്കുന്നതിനിടയിലാണ് MS സൊല്യൂഷൻ പുതിയ പരസ്യവുമായി രംഗത്തെത്തിയത്. 199 രൂപ നൽകിയാൽ 10ാം ക്ലാസ് സയൻസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF ആയി നൽകുമെന്നതാണ് പരസ്യ വാഗ്ദാനം. ഗൗരവമായ അന്വേഷണം നടക്കുന്നതിനിടയിലും MS സൊല്യൂഷൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നത് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അടുത്ത ദിവസം 2ാം പ്രതി ഫഹദിനെയും അബ്ദുൽ നാസറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. +1 സയൻസിൻ്റെ ചോദ്യങ്ങൾ ഫഹദിന് ചോർത്ത് നൽകിയത് അബ്ദുൽ നാസറാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനായിട്ടില്ല. മറ്റു സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ പങ്കുണ്ടോ എന്നതും പരിശോധിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.